ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർ ട്രാഫിക് കൺട്രോളർ എക്സാമിന് വരാനുള്ള സിലബസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ATC എക്സാം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ATC എക്സാമിൻ്റെ വേക്കൻസി അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഓൾറെഡി നമ്മൾ എൻട്രിയിൽ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ATC എക്സാമിനേഷനെ കുറിച്ച് പലർക്കുള്ള സംശയമാണ്, ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. കാരണം ഇതിൽ ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, BSc ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സിലബസ് ഏത് രീതിയിലാണ്, ടെക്നിക്കൽ സിലബസ് വരുന്നുണ്ടോ, നോൺ ടെക്നിക്കൽ സിലബസ് മാത്രമാണോ, ഇംഗ്ലീഷ് ഇൻക്ലൂഡഡ് ആണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഈ എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ATC എക്സാം എന്ന് പറയുന്നത് ബിടെക് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ BSc ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമിനേഷനാണ്. നമുക്ക് ആ സിലബസ് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ATCയുടെ സിലബസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടോപ്പിക് വൈസ് ആയിട്ട് രണ്ട് പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. പാർട്ട് എ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ RRB എക്സാംസ്, അതേപോലെ തന്നെ CGL എക്സാം, ബാങ്കിങ് എക്സാംസുകളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പാർട്ട് എ നിങ്ങൾക്ക് ഫെമിലിയർ പാർട്ട് തന്നെ ആയിരിക്കും. കാരണം ഇതിലെ ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കുമ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും വരുന്നതാണ്. അതേപോലെ ജനറൽ നോളേജ് ആൻഡ് ജനറൽ അവെയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷന്, അതേപോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 15 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടോപ്പിക്കിൽ. 15 ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട്, 20 ക്വസ്റ്റ്യൻ, അങ്ങനെ 15 ടോട്ടൽ നമ്മൾ നോക്കുന്ന സമയത്ത് 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ നിന്ന് വരുന്നത്. സോ ഈ പാർട്ട് എ എന്ന് പറയുന്നത് പ്യുവർലി നോൺ ടെക്നിക്കൽ ആണ്. എന്നാൽ പാർട്ട് ബി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ടോപ്പിക്കുകളാണ്, മാത്സും അതേപോലെ തന്നെ ഫിസിക്സും. അപ്പോൾ മാത്സും ഫിസിക്സും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇതൊരു ബിടെക് ലെവൽ മാത്സ് ആണോ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ മാത്സ് ആണോ പഠിക്കാനുള്ളത്. ഒരിക്കലുമല്ല. നിങ്ങളുടെ +2 ലെവൽ മാത്സും +2 ലെവൽ ഫിസിക്സും ആണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ നമ്മളിവിടെ സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽഡ് സിലബസിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ടോപ്പിക്ക് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. എറർ ഡിറ്റക്ഷൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഗ്ലോസ് ടെസ്റ്റ്, അതേപോലെ പാരജംപ്ലിങ്, പ്രിപ്പൊസിഷൻ, ടെൻസസ്, അതേപോലെ തന്നെ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, ഐഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, വോയിസസ്, റീഡിംഗ് കോംപ്രിഹെൻഷനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷിൽ വരുന്നത്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നൊക്കെ മാർക്ക് മസ്റ്റായിട്ട് സ്കോർ ചെയ്യണം. കാരണം ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. പക്ഷേ അത് ശരിയാക്കുകയും വേണം. കാര്യം ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഔട്ട് ഓഫ് 120 ഒരു എബവ് 100 സ്കോർ എന്തായാലും നമുക്ക് വേണ്ടി വരും. സോ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. സോ എബവ് 100 ഉണ്ടെങ്കിൽ ഈ ജോലി ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ ആ രീതിയിലായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകേണ്ടത്. സോ നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ എക്സാംസിലും വരുന്ന ഒരു ഏരിയ തന്നെയാണല്ലോ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. അതിൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ആവറേജ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ദെൻ പാർട്ട്ണർഷിപ്പ്, അതേപോലെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻസ്, അതേപോലെ മെൻസുറേഷന്, ജോമെട്രി, ട്രിഗണോമെട്രി, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഇതൊക്കെ എന്താണ്, ഓൾമോസ്റ്റ് എല്ലാ എക്സാംസുകൾക്കും വരുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് സിലബസ് തന്നെയാണ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഈ ടോപ്പിക്കും ഫെമിലിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. ബിക്കോസ് നിങ്ങൾ RRB എക്സാം, CGL എക്സാം, ബാങ്കിങ് എക്സാംസ് ഒക്കെ പഠിച്ച ആളുകളാണെങ്കിൽ. ഇനി ഇതുവരെ ഇത്തരം എക്സാംസ് അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്കും പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. ഇനി നമ്മൾ ജനറൽ ഇൻ്റലിജൻസിൽ നോക്കുകയാണെങ്കിൽ കോഡിംഗ്, ഡീകോഡിംഗ് വരുന്നുണ്ട്, സീരീസ്, അനലോജീസ്, ക്ലാസിഫിക്കേഷന്, ബ്ലഡ് റിലേഷന്, ഡയറക്ഷന്, അതേപോലെ ഓർഡർ ആൻഡ് റാങ്കിങ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഇനീക്വാലിറ്റീസ്, ദെൻ സെൻറ്റൻസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്, നോൺ വെർബൽ റീസണിങ്ങും ഇവിടെ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ജനറൽ നോളേജിലേക്ക് വരികയാണെങ്കിൽ ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പൊതുവേ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു ഏരിയ കൂടിയായിരിക്കും. കാരണം കുറേ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി, ഏതൊരു ജനറൽ നോളേജ്, ജനറൽ അവയർനെസ്സിൽ വരുന്നൊരു ഈ കണ്ടന്റ് ആണ്. എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം. കറണ്ട് അഫയേഴ്സ് നല്ലോണം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ദെൻ ആർട്സ് ആൻഡ് കൾച്ചർ, സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ജനറൽ സയൻസ്, ദെൻ അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ എന്താ പറയുക, നോബൽ പ്രൈസസ്, അതേപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സുകളൊക്കെ ഉണ്ടല്ലോ. സോ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ
ടെക്നിക്കൽ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ മാത്തമാറ്റിക്സും ഫിസിക്സും ആണ്. ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ബിടെക് ലെവലിലല്ല പഠിക്കാനുള്ളത്, നിങ്ങളുടെ +2 ലെവലിലാണ്. ഈ ചാപ്റ്റേഴ്സുകൾ മുഴുവൻ നിങ്ങൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? +2ലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ബൈനോമിയൽ തിയറം, സ്ട്രെയിറ്റ് ലൈൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷന്, ഇൻറ്റഗ്രേഷൻ. അതിൽ ഇൻറ്റഗ്രൽ ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഉണ്ട്. മാക്സിമ ആൻഡ് മിനിമം. ഇത് ആക്ച്വലി നിങ്ങൾ 12th അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ദെൻ ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്, ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി വരുന്നുണ്ട്, മെട്രിസസ് വരുന്നുണ്ട്, പ്രോബബിലിറ്റി വരുന്നുണ്ട്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഈവൻ ദോ നിങ്ങൾ +1 +2 മുഴുവൻ മാത്തമാറ്റിക്സ് ഇവിടെ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ. സോ +1 +2 മാത്തമാറ്റിക്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ടോപ്പിക്കിലെല്ലാം ഉള്ളത്. സോ അത്യാവശ്യം എന്താ പറയുക, ഈസിലി സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയയാണ് മാത്സിലുള്ളത്. ഇനി നമ്മൾ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, തെർമൽ ഫിസിക്സ്, മെക്കാനിക്സ്, മൂവിംഗ് ചാർജ് വിത്ത് മാഗ്നറ്റിസം, മോഡേൺ ഫിസിക്സ്, വേവ്സ് ആൻഡ് ഒപ്റ്റിക്സ്, ദെൻ സ്കേലാസ് ആൻഡ് വെക്ടേഴ്സ്, ഇലക്ട്രിസിറ്റി, ഇലക്ട്രോ മാഗ്നറ്റിസം ആൻഡ് മിസലേനിയസ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സിലൂടെ വരുന്നുണ്ടാകും. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്സിൻ്റെ സിലബസിനെ നമുക്ക് മനസ്സിലാക്കാം. സോ ആഫ്റ്റർ ഓൾ ഈ സിലബസ് എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള, എന്താ പറയുക, ഈസിലി ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ്. ഒരു വൈഡ് സിലബസ് എന്ന് പറയാനില്ല. പിന്നെയും കുറച്ചുകൂടി ഒന്ന് വൈഡായി കിടക്കുന്നത് ഈ ജനറൽ കണ്ടന്റ്, ജനറൽ അവയർനെസ്, ഹിസ്റ്ററി, പോളിറ്റി ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് വൈഡ് ആവാൻ സാധ്യതയുള്ളത്. ബാക്കി എല്ലാ ടോപ്പിക്കും വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പഠിക്കുകയാണെങ്കിൽ, സിലബസ് കവർ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. ഈ എക്സാമിൻ്റെ വലിയൊരു പ്രത്യേകതയോട് ഞാൻ പറയുകയാണ്, നേരത്തെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഇടയ്ക്ക് വളരെ കുറച്ച് മറ്റേതൊരു എക്സാം കൺസിഡർ ചെയ്യുന്ന സമയത്തും നോട്ടിഫിക്കേഷൻ ടു എക്സാം ടൈം ഏറ്റവും കുറവുള്ള എക്സാമാണ് ATC എക്സാം. കാരണം നോട്ടിഫിക്കേഷൻ വന്ന് വിത്തിൻ 2 months ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, എക്സാംസ് നടത്താറുണ്ട് എന്നുള്ളതാണ് മുൻ വർഷങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അത്തരത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, അവരുടെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് സാലറി എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേതാണ് ഞാൻ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം അവരുടെ നോട്ടിഫിക്കേഷൻ അവർ പറഞ്ഞ സാലറി എന്ന് പറയുന്നത് 13 ലക്ഷമാണ് CTC പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മാസം എബവ് 1 lakh നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, സാലറി ലഭിക്കുകയാണ്. ഇറ്റ്സ് എന്താ പറയുക, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 1 lakh സാലറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിലെ ഏറ്റവും ഹയസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ. മാത്രമല്ല ATC പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, അത്യാവശ്യം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗോൾഡ് ബാച്ച് നമ്മൾ ATCക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻട്രിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ATC ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.